ഹലോ എവരിവൺ, മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ ഹെന്ന ഡിസൈനിങ് വീഡിയോസിൻ്റെ ഒരു ക്ലാസ്സുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. കൂടുതൽ പേരും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഹെന്ന ബിഗിനേഴ്സിന് പഠിക്കാൻ പറ്റിയിട്ടുള്ള ഡിസൈൻ ക്ലാസ് ചെയ്യണം എന്നാണ്. അപ്പോൾ അതേപോലെ തന്നെ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള ഹെന്ന എലമെൻറ്റ്സ് ഏതൊക്കെയാണ്, അതെങ്ങനെ വരക്കേണ്ടതെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഈ ബേസിക് ആയിട്ടുള്ള എലമെൻറ്റ്സ് നല്ലപോലെ പ്രാക്ടീസ് ചെയ്തിട്ട് അതിൻ്റെ ഏറ്റവും പെർഫെക്ഷനിൽ തന്നെ നിങ്ങൾക്ക് വരക്കാൻ പറ്റുകയാണെങ്കിൽ പിന്നീട് വരുന്ന ഏതൊരു ഹെന്ന എലമെൻറ്റ്സും നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ വരക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയിന്റ് ഈ ചെറിയ എലമെൻറ്റ്സ് ഒക്കെ എങ്ങനെ ഭംഗിയായിട്ട് വരയ്ക്കുക എന്നുള്ളതാണ്. ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് ഹെന്ന കോൺസ് ഒക്കെ ഹാൻഡിൽ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് ലൈൻസ് വരച്ച് പ്രാക്ടീസ് ചെയ്യുന്നതാണ്. ലൈൻസ് വരയ്ക്കുന്ന ശരിയായ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് നമ്മൾ ഹെന്നൻ്റെ ടിപ്പ് ജസ്റ്റ് ഒന്ന് സർഫസിൽ ടച്ച് ചെയ്തിട്ട് പിന്നെ ആ ലൈനിൽ നമ്മൾ ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോയി അപ്പുറത്തെ സർഫസിൽ ടച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ആ ലൈൻസിനെ സർഫസിൽ ടച്ച് ചെയ്തിട്ടല്ല കൊണ്ടുപോകേണ്ടത്. പിന്നെ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സ്പീഡും പ്രഷറും എല്ലാം കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ എത്ര സ്പീഡും പ്രഷറും ആണോ കൊടുക്കുന്നത്, അതേ സ്പീഡും പ്രഷറും നമുക്ക് അതിൻ്റെ എൻഡിങ്ങിൽ വരെ കൊടുക്കാൻ പറ്റണം. നമ്മൾ കൊടുക്കുന്നത് പ്രഷറിലെല്ലാം ചേഞ്ച് വരുന്ന സമയത്താണ് നമ്മൾ ലൈൻ വരയ്ക്കുന്ന സമയത്ത് ബ്രേക്ക് ഔട്ട്സ് വരുന്നത്. പക്ഷെ അത് കുഴപ്പമില്ല, ആ സമയത്ത് നമ്മൾ അതിൻ്റെ മുകളിലൂടെ ഒന്നുകൂടി വരച്ചിട്ട് ആ ലൈൻ ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്താലാണ് നമ്മൾ ലൈൻ വരയ്ക്കുന്ന സമയത്ത് അത് സ്ട്രൈറ്റ് ആയിട്ട് കിട്ടുന്നതും അതേപോലെ തന്നെ ലൈൻസിൻ്റെ ഇടയിൽ വരുന്ന സ്പേസ് എല്ലാം കറക്റ്റായിട്ട് വരുന്നതും. ഇനി നമുക്ക് തിക്ക് ലൈനാണ് വരയ്ക്കേണ്ടതെങ്കിൽ ഇതേപോലെ 2 ലൈൻസ് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ കോൺസ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് നല്ല നീറ്റായിട്ടുള്ള ലൈൻസ് വരയ്ക്കാനുള്ള ട്രിക്സ്. നമ്മൾ സെക്കൻഡായിട്ട് വരയ്ക്കാൻ പോകുന്ന എലമെൻറ്റ് ഡോട്ട്സ് ആണ്. ഡോട്ട്സ് വരയ്ക്കാൻ ഭയങ്കര സിമ്പിളാണ്, നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ വരയ്ക്കാൻ വേണ്ടി പറ്റും. ഡോട്ട്സ് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും സർഫസിൽ ടച്ച് ചെയ്ത് കൊടുക്കാൻ പാടില്ല. കുറച്ച് കോണൊന്ന് പൊക്കി പിടിച്ചിട്ട് ജസ്റ്റ് പ്രഷർ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ആ സമയത്ത് നമ്മൾ കൊടുക്കുന്ന പ്രഷർ കാരണം ഈ പേസ്റ്റ് പുറത്തേക്ക് ഒരേ അളവിൽ തന്നെ വന്നിട്ട് അവിടെ നല്ലൊരു ഭംഗിയിൽ ഫില്ല് ചെയ്ത് കൊടുക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഈവൻ ആയിട്ടുള്ള ഡോട്ട്സ് കിട്ടും. എല്ലപ്പോഴും ഒരു ചെറിയ ലൈനിൻ്റെ മുകളിൽ ഡോട്ട്സ് വരയ്ക്കുമ്പോഴാണ് ആ ഡോട്ട്സ് കാണാൻ കൂടുതൽ ഭംഗി ഉണ്ടാവുന്നത്. അതേപോലെ തന്നെ പല സൈസിലുള്ള ഡോട്ട്സും ഒരേ ലൈനിൽ വരുമ്പോൾ അത് കാണാൻ വേറൊരു ഭംഗിയാണ്. നമ്മളിപ്പോൾ അറബിക് ടൈപ്പ് മെഹന്തി ഡിസൈനാണ് ചെയ്യുന്നതെങ്കിൽ അതിലൊന്നും ഡോട്ട്സിനെ ഒഴിവാക്കാൻ പറ്റാത്തൊരു ഡിസൈനാണ് ശരിക്കും. അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് ഇതേപോലെ ചെറിയൊരു കർവ്ഡ് ലൈൻ കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ചെറുതും വലുതുമായിട്ടുള്ള ഡോട്ട്സ് കൊടുത്താൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. നമ്മുടെ അടുത്ത എലമെൻ്റ് ആണ് ഹംസ്. ഇപ്പം നിങ്ങൾ നമ്മുടെ ഇന്ത്യൻ ബ്രൈഡൽ ഡിസൈൻ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ഹംസ് ഇല്ലാത്തൊരു പോർഷൻ ഉണ്ടാവില്ല. ഇന്ത്യൻ മെഹന്തി ഡിസൈനിൽ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നമ്മുടെ ഹംസ്. തുടക്കത്തിലൊക്കെ എല്ലാ ഹംസും ഒരേ ലെവലിൽ കിട്ടാൻ വേണ്ടി നല്ല ബുദ്ധിമുട്ടാണ്. നമ്മൾ പതിയെ പ്രാക്ടീസ് ചെയ്ത് മാത്രമേ ഇതിനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതിപ്പോൾ ഈ എലമെൻറ്റ് മാത്രമല്ല കേട്ടോ, എല്ലാ എലമെൻറ്റും നമ്മൾ അത്രയും പതിയെ സമയമെടുത്ത് സ്ലോ ആയിട്ട് വരച്ചാലാണ് അതിന് പെർഫെക്ഷനോടെ കിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ എപ്പോഴും ഇത് റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്ത് വരയ്ക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിൽ നമ്മുടെ മെമ്മറിയിൽ അതൊരു ഫിക്സ് ആവും. അങ്ങനെ നല്ലോണം പ്രാക്ടീസ്ഡ് ആവുന്ന സമയത്ത് നമുക്ക് സ്പീഡ് കൂട്ടിയാലും പ്രശ്നമല്ല, നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. പിന്നെ ബിഗിനേഴ്സിന് ഈ ഹംസ് എല്ലാം ഒരേ ലെവലിൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ട്രിക്ക് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റിൽ നമ്മൾ മെയിൻ ബേസ് ആയിട്ടുള്ളൊരു ലൈൻ കൊടുത്തിട്ട് ആ ലൈനിൻ്റെ മുകളിലായിട്ട് നമ്മൾ എവിടെയാണോ ഹംസിൻ്റെ എഡ്ജ് വരുന്നത് അവിടെയായിട്ട് ചെറുതായിട്ടൊരു ലൈൻ കൊടുക്കുക. എന്നിട്ട് ആ എഡ്ജിനോട് തട്ടിച്ചിട്ട് നമ്മൾ ഓരോ ഹംസും വരച്ചു കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാ ഹംസും ഒരേ ലെവലിൽ തന്നെ കിട്ടും. പിന്നീടാണെങ്കിൽ നമ്മൾ ഹംസ് വരച്ച് കഴിഞ്ഞാൽ ആ ലൈൻസ് അവിടെ കാണാനും പറ്റില്ല, അത്രയും പെർഫെക്ഷനായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ഈ ഹംസിനെ തനിയെ മാത്രമല്ലാണ്ട് നമ്മൾ ഹംസിന്റെ മുകളിൽ ജസ്റ്റ് ഫില്ലിങ് വെച്ച് കൊടുക്കുന്ന ഡിസൈനും ഉണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു ഡിസൈൻ വെച്ച് ചെയ്തിട്ട് ഫില്ല് ചെയ്ത് കാണിക്കാം. ഞാനിപ്പോൾ ഇവിടെ ഫ്രിൽസ് വെച്ചിട്ടാണ് ഫില്ലിങ് ചെയ്ത് കാണിക്കുന്നത്. ഈ ഫ്രിൽസ് എന്ന് വെച്ചാൽ ഹംസിന്റെ തന്നെ വേറൊരു വെർഷനാണ്. ഹംസിന്റെ തന്നെ വലിയൊരു പോർഷനാണ് ശരിക്കും ഫ്രിൽസ് എന്ന് പറയുന്നത്. അതായത് കുറച്ചും കൂടി വൈഡ് ആയിട്ടാണ് ഉണ്ടാവുക. മലയാളത്തിൽ നമ്മളെ റാ എന്ന അക്ഷരം പോലെയാണ് ഇത് കാണാനുണ്ടാവുക. ഒരുവിധം ബ്രൈഡൽ ഡിസൈൻസിലെല്ലാം നമുക്കിതിനെ ഒഴിവാക്കാൻ പറ്റാത്തൊരു ഡിസൈനാണ്, കാണാൻ നല്ല ഭംഗിയും ഉണ്ടാവും. ഈ ഫ്രിൽസ് കൂടാതെ നമ്മൾ ഹംസിന് കുറച്ചും കൂടി ഭംഗിക്ക് വേണ്ടിയിട്ട് ഈ ഹംസിൻ്റെ മുകളിലായിട്ട് ഡോട്ട്സ് ഇട്ട് കൊടുക്കുകയും ചെയ്യും. ഇനി നമുക്ക് ഫ്രിൽസിൻ്റെ ഇടയിലും മുകളിലൊക്കെ ഒന്നുകൂടി ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഫ്രിൽസിൻ്റെ മുകളിലായിട്ട് ഒരു ലൈൻ കൊടുത്തിട്ട് അവിടെയെല്ലാം കുറച്ച് എണ്ണ പേസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുക്കാം. നമ്മൾ 4ാമതായിട്ട് വരയ്ക്കാൻ പോകുന്നത് ടിയർ ഡ്രോപ്സ് ആണ്. ടിയർ ഡ്രോപ്സ് വരയ്ക്കുന്നത് നമ്മൾ ഡോട്ട്സ് വരയ്ക്കുന്ന പോലെ സർഫസിൻ്റെ മുകളിൽ ഒന്ന് വെച്ചിട്ട് ജസ്റ്റ് പ്രഷർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഡ്രാഗ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ സിമ്പിൾ ആണെങ്കിലും ഡ്രാഗ് ചെയ്തിട്ട് അവസാനിപ്പിക്കുന്ന ആ ലൈനിന് നല്ല ഫിനിഷിങ് വേണം. അതിൻ്റെ എഡ്ജ് കാണാൻ നല്ല ഷാർപ്പായിട്ടിരിക്കണം, എന്നാലേ ആ ഡിസൈൻ കാണാൻ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ അവിടെ നിങ്ങൾ നല്ല സ്ലോ ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്താൽ മതി, എന്നാൽ കാണാൻ നല്ല പെർഫെക്ഷനായിട്ട് കിട്ടും. ശരിക്കും ഈ ടിയർ ഡ്രോപ്സ് വെച്ചിട്ട് നമുക്ക് കുറച്ച് ഫ്ലവേഴ്സും ലീവ്സും ഒക്കെ വരയ്ക്കാൻ പറ്റും. ഞാനിവിടെ ജസ്റ്റ് ഒരു ഫ്ലവർ വരച്ചിട്ട് കാണിക്കുന്നുണ്ട്. ഫ്ലോറൽ ഹെന്ന ഡിസൈനൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൽ ഫ്ലവേഴ്സിൻ്റെ ഒക്കെ ഇടയിലായിട്ട് ജസ്റ്റ് ഇങ്ങനെ ഈ ടിയർ ഡ്രോപ്പ് വെച്ചിട്ട് നമ്മൾ ലീഫിനെ വരച്ച് കൊടുക്കുന്നത്, അത് കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണ് ശരിക്കും. നമ്മൾ 5ാമതായിട്ട് വരയ്ക്കാൻ പോകുന്ന എലമെൻ്റ് ആണ് സ്പൈറൽസ്.
നമ്മൾ ആദ്യം ജസ്റ്റ് ഒരു സർക്കിൾ വരയ്ക്കുന്നത് പോലെ കോൺ ഇങ്ങനെ കൊണ്ടുവരും. എന്നിട്ട് നമ്മൾ അറ്റെത്താനാകുന്ന സമയത്ത് നമ്മൾ ആ കോണിനെ ഉള്ളിലോട്ടേക്ക് കൊണ്ടുപോയിട്ട് അവിടെ വീണ്ടും ഒരു സർക്കിളും കൂടി ഫോം ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് അവിടെ കംപ്ലീറ്റ് ആകുന്നത് വരെ നമ്മൾ സർക്കിൾസ് ചുറ്റിച്ച് കൊടുക്കുക. അങ്ങനെയാണ് നമ്മൾ സർക്കിളിനെ ചെറുതാക്കി കൊണ്ടുവന്നിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഈ ബോർഡിൽ ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ടാണ് വരയ്ക്കുന്നത്. നമ്മുടെ സ്കിന്നിൽ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്കിങ്ങനെ ഡ്രാഗ് ചെയ്യാൻ കിട്ടിയെന്ന് വരില്ല. അതിൽ സ്കിന്നിൽ നമ്മൾ തട്ടിച്ച് വരയ്ക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല കേട്ടോ. ഈ സ്പൈറൽസ് ശരിക്കും നമ്മുടെ ഹെന്ന ഡിസൈനിങ്ങിൽ നല്ലൊരു ഫില്ലിംഗ് ആയിട്ടുള്ള എലമെൻ്റ് ആണ്. അപ്പോൾ അതിങ്ങനെ ഇടകലർന്ന് വരയ്ക്കാൻ പഠിക്കുന്നത് വളരെ നല്ലതാണ്. നിങ്ങൾക്ക് അധിക സ്ഥലത്ത് ഇത് നല്ല യൂസ്ഫുൾ ആവും. ചില സമയങ്ങളൊക്കെ നമ്മൾ മെഹന്തി ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്ര ഷാർപ്പായിട്ട് ഇട്ടാലും കുറച്ച് സ്ഥലമൊക്കെ സ്പേസ് വരും. അപ്പോൾ അങ്ങനത്തെ സ്പേസിലൊക്കെ നമുക്കിങ്ങനെ സ്പൈറൽസ് എല്ലാം വെച്ച് കൊടുത്ത് ഫില്ല് ചെയ്യാൻ പറ്റും. പിന്നെ ഈ സ്പൈറൽസിനൊക്കെ നമ്മൾ ഒരുപാട് ഫ്ലവേഴ്സൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ അംസ് വെച്ചിട്ടുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഫ്ലവർ നമ്മൾ എപ്പോഴും കണ്ടിട്ടുണ്ടാവും, ഈ ബ്രൈഡൽ ഡിസൈനിലായാലും പാർട്ടി ഡിസൈനിലായാലും ഒക്കെ. അപ്പോൾ അങ്ങനത്തെ ഫ്ലവർ വരയ്ക്കുന്ന സമയത്ത് ഇതുപോലെ വലിയൊരു സ്പൈറൽ അതിൻ്റെ സെൻറ്ററിൽ വരുമ്പോൾ അത് കാണാനാണ് നല്ല ഭംഗി ഉണ്ടാകുന്നത്. നല്ല പ്രത്യേകിച്ച് ഒരു ഹൈലൈറ്റ് ലുക്ക് കൊടുക്കും കാണാൻ വേണ്ടിയിട്ട്. ഇതേപോലെ സ്പൈറലിന് ചുറ്റും ഇങ്ങനെ ഹംസ് വരച്ചു കൊടുത്താൽ ഇത് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറായിട്ട് മാറും. സ്പൈറൽസിൻ്റെ തന്നെ നീളത്തിലുള്ളൊരു വെർഷനാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. സ്റ്റാർട്ടിങ്ങിൽ ഭയങ്കര തിന്നായിട്ടുള്ള ലൈനാണ്. എന്നിട്ട് അതിനെ സെൻറ്ററിലെത്തുന്ന സമയത്ത് നമ്മൾ അതിനെ കൂട്ടി കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവസാനമാകുന്ന സമയത്ത് വീണ്ടും കട്ടി കുറച്ചിട്ട് അതിനെ തിന്നൗട്ട് ചെയ്ത് കൊണ്ടുവരിക. ഈ ഒരു സംഭവം ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. നമ്മൾ ഫസ്റ്റിൽ തിൻ ലൈന് വരയ്ക്കുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ സെൻറ്ററിലെത്തുന്ന സമയത്ത് കുറച്ചൊന്ന് ഹെന്ന പ്രഷർ ചെയ്തിട്ട് അവിടെ ഒന്ന് ജസ്റ്റ് തിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതേപോലെ തന്നെ പ്രഷർ റിലീസ് ചെയ്തിട്ട് വീണ്ടും അതിനെ തിന്നാക്കിയിട്ട് കൊടുക്കുക. ഈ ഒരു ഡിസൈൻ നമ്മൾ പ്രഷർ കൺട്രോളിങ്ങിലാണ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ വരയ്ക്കാൻ പോകുന്ന എലമെൻ്റാണ് വൈൻസ്. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും എൻ്റെ കമൻറ്റ് ബോക്സ് നിറയെ കമൻറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് വൈൻസ് വരയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നുള്ള കാര്യം. ഞങ്ങൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്നിട്ടൊന്നും ഞങ്ങളുടെ വൈൻസ് ഒന്നും പെർഫെക്ഷൻ ആവുന്നില്ല എന്നുള്ള അവർ ഭയങ്കര സങ്കടമായിട്ട് പറയാറുണ്ട്. ഫസ്റ്റിൽ നമ്മൾ തിന്നായിട്ടൊരു ലൈൻ കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ ലൈനുമെന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചെറുതായിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ലൈൻ കൊടുക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഹെന്ന പ്രഷർ ചെയ്യുക, അതേപോലെ തന്നെ റിലീസ് ചെയ്യുക. ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഭയങ്കര സ്പീഡ് പ്രോസസ്സിങ് ആയിട്ടൊക്കെ തോന്നുമെങ്കിലും ഇത് ഭയങ്കര സ്ലോ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഹംസൊക്കെ ഭയങ്കര സ്ലോ ആയിട്ട് വരയ്ക്കില്ല, അതേ സ്ലോയിൽ തന്നെയാണ് നമ്മൾ വൈൻസും വരയ്ക്കേണ്ടത്. ജസ്റ്റ് ഒരു ലൈന് കൊടുക്കുക, മെല്ലെ പ്രഷർ ചെയ്യുക, അതേപോലെ തന്നെ പ്രഷർ റിലീസ് ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും വൈൻസിൻ്റെ ഫസ്റ്റും എൻഡുമാണ് മിസ്റ്റേക്ക് അധികവും വരുന്നത്. ഈ വൈൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, നമുക്ക് ഈ വൈൻസിനോട് അത്രയ്ക്ക് ഇഷ്ടമാവും. നമ്മളിത് പെർഫെക്ഷനിൽ വരച്ച് കഴിഞ്ഞ് തുടങ്ങിയാൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു എലമെൻ്റ് ആയിട്ടാണ് വൈൻസ് മാറുന്നത്. നമ്മൾ തമ്മിൽ അപ്ലൈ ചെയ്യുന്ന പ്രഷർ മൂവ്മെൻറ്റിനനുസരിച്ചിട്ടാണ് ഇത് പെർഫെക്ഷനായിട്ട് വരുന്നത്. നമ്മൾ നല്ലപോലെ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് നല്ല രീതിയിൽ ഒരു മസിൽ കൺട്രോളിങ് കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഭയങ്കര സിമ്പിളാണ്. ഈ വൈൻസ് എല്ലാം നമ്മൾ ഒരേ ലെവലിൽ തന്നെ വരയ്ക്കണം എന്നില്ല കേട്ടോ. അല്ലാതെ നമ്മൾ ഫസ്റ്റിലൊരു വലിയ ലൈൻ കൊടുത്തിട്ട് പിന്നെ ചെറിയ വൈൻസ് കൊടുക്കുന്ന സമയത്ത് അത് നമുക്ക് നല്ല ഭംഗിയുള്ളൊരു ലീവ്സ് പാറ്റേൺ ആയിട്ടും കിട്ടും. ഈ വൈൻസിൻ്റെ പാറ്റേൺ ഒക്കെ വെച്ചിട്ട് ഗ്രിഡ് ആയിട്ടുള്ള ഡിസൈനൊക്കെ ഉണ്ട്. അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ് ശരിക്കും. സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈൻസിൽ വൈൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്ന പോലെ തന്നെ നമുക്ക് കെർവ്ഡ് ആയിട്ടുള്ള ലൈൻസിലും വൈൻസിനെ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു കെർവ്ഡ് ആയിട്ടുള്ള ലൈൻ ഇതുപോലെ കൊടുക്കുക. നമ്മൾ ഫ്ലോറൽ ഹെന്ന ഡിസൈനൊക്കെ ചെയ്യുന്ന സമയത്ത് അവിടെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള വൈൻസിനേക്കാളും നമ്മൾ ഇതുപോലെ കെർവായിട്ടുള്ള വൈൻസാണ് കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് വരയ്ക്കുന്നതിലും ചെറിയൊരു ഡിഫറൻറ്റ് ഉണ്ട്. നമ്മൾ സ്ട്രെയിറ്റ് ലൈനിൽ വരയ്ക്കുന്ന പോലെ നമുക്ക് ഈസി ആയിട്ട് വരച്ചങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇത് നമ്മൾ കെർവ്ഡ് ആയിട്ടുള്ള ലൈൻ വരയ്ക്കുന്ന സമയത്ത് ഇതിൻ്റെ കെർവ് വരുന്ന സ്പേസിലെല്ലാം നമ്മൾ നമ്മുടെ വൈൻസിനെ അഡ്ജസ്റ്റ് ചെയ്ത് വരയ്ക്കാൻ പഠിക്കണം. നമ്മൾ കുറച്ച് നേരത്തെ ടിയർ ഡ്രോപ്സ് വരച്ചിട്ടില്ലേ, അതിൻ്റെ ഒരു വേറെ വെർഷനാണ് ശരിക്കും ഇത്. ടിയർ ഡ്രോപ്സ് വെച്ചിട്ട് നമ്മൾ ലീവ്സ് വരച്ചിട്ടുണ്ടല്ലോ, അതേപോലെ നമ്മൾ ഇതേപോലെ വൈൻസ് വെച്ചിട്ടും അതേ ലീവ്സ് വരയ്ക്കാറുണ്ട്. എനിക്ക് കൂടുതലും പേഴ്സണലി ഇങ്ങനെ വൈൻസ് വെച്ചിട്ട് വരയ്ക്കുന്ന ലീവ്സാണ് കൂടുതൽ ഇഷ്ടം. അതായത് ചില സമയത്ത് ബ്രൈഡൽ ഹെന്നൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ടൈം ഇങ്ങനെ എടുത്തിടുന്ന സമയത്ത് എനിക്കൊരു ടയർഡ്നെസ് ഒക്കെ ഫീൽ ചെയ്യും. ആ സമയത്ത് വൈൻസ് വരയ്ക്കാനുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര എൻജോയ്മെൻറ്റിൽ അത് വരയ്ക്കും. കാരണം എനിക്ക് വൈൻസ് അത്രയ്ക്കും ഇഷ്ടമാണ് വരയ്ക്കാൻ വേണ്ടിയിട്ട്. വൈൻസ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുന്ന എല്ലാവരും ശരിക്കും വൈൻസിനെ അത്രത്തോളം പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ പ്രാക്ടീസിലൂടെ മാത്രമാണ് നമുക്ക് നമ്മുടെ വൈൻസിനെ അത്രക്കും പ്രഷർ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. പല ആർട്ടിസ്റ്റുകളും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് ബാക്കി എല്ലാ എലമെൻസും ഭയങ്കര പെർഫെക്ഷനിൽ വരുമെങ്കിലും ഈ വൈൻസ് അവർക്കും നല്ല മിസ്റ്റേക്ക് ആയിട്ട് വരും. എനിക്കും നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആദ്യമൊക്കെ വൈൻസ് വരയ്ക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് ഞാൻ ടിയർ ഡ്രോപ്സ് വെച്ചിട്ടായിരുന്നു വൈൻസിനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. പക്ഷെങ്കിൽ ഈ വൈൻസിനെ വരയ്ക്കാൻ എനിക്ക് അത്രക്കും ആഗ്രഹമുള്ളതുകൊണ്ട് ഇത് തന്നെ വേണം എന്നുള്ളതുകൊണ്ട് ഞാൻ ഇതിന് വേണ്ടിയിട്ട് അത്രയും ടൈം എടുത്ത് പ്രാക്ടീസ് ചെയ്തു. അപ്പോൾ ഇതൊക്കെയാണ് ഹെന്ന ഡിസൈനിൽ നമ്മൾ ബേസിക്കായിട്ട് യൂസ് ചെയ്യുന്ന എലമെൻസ്.
അപ്പോൾ ഈ ഒരു എലമെൻസ് എല്ലാം നല്ല രീതിയിൽ വരച്ച് പ്രാക്ടീസ് ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഏതൊരു ഹെന്ന ഡിസൈൻസ് കിട്ടിയാലും നല്ല രീതിയിൽ വരയ്ക്കാൻ വേണ്ടി പറ്റും. ഇനിയിപ്പോൾ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഫസ്റ്റിലെ വലിയ ഡിസൈനൊന്നും എടുത്ത് വരയ്ക്കാതെ ഇതേപോലെ ചെറിയ ചെറിയ എലമെൻസ് ഒക്കെ വരച്ച് പെർഫെക്റ്റ് ചെയ്തിട്ട് ഡിസൈനിലോട്ടേക്ക് കടക്കുക. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ കേട്ടോ.